അങ്ങനെ തായ്ലൻഡ് ട്രിപ്പ് സ്റ്റാർട്ടായി. ഞങ്ങൾ പോയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തായ് ലൈൻ എയർ എന്ന് പറഞ്ഞൊരു ഫ്ലൈറ്റ് ചെയ്തിട്ടാണ്. കംഫർട്ട് ഉണ്ടോയെന്ന് വെച്ചാൽ വലിയ കംഫർട്ടൊന്നുമില്ല, പക്ഷെ നമ്മളാകെ 4 മണിക്കൂറല്ലേ ഇരിക്കണുള്ളൂ, അപ്പോൾ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം, കുഴപ്പമില്ല. പക്ഷേ സീറ്റ് ലെഗ് സ്പേസ് ഒന്നും ഒട്ടുമില്ല, ഒരു ഹൈറ്റുള്ള ആൾക്ക് വരെ ബുദ്ധിമുട്ടായിരിക്കും. ഫസ്റ്റ് പോയത് ടൈഗർ പാർക്കാട്ടോ. ഇവിടെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കുഞ്ഞു ടൈഗറിനാണ് ഏറ്റവും വില. മീഡിയം ടൈഗറാണെങ്കിൽ അതിനെക്കാട്ടും കുറച്ച് കുറവ്, ഏറ്റവും വലിയ ടൈഗറാണെങ്കിൽ നല്ല പൈസ കുറവ്. ഞങ്ങളെടുത്തത് മീഡിയം ടൈഗറാണ്, കാരണം നമ്മുടെ ഹൈറ്റ് അനുസരിച്ചിട്ട് നമുക്ക് ടൈഗർ തരുള്ളൂ. എൻ്റെ മൂന്നാണ്ടില്ലേ ഒട്ടും പേടിയില്ല, പക്ഷേ എന്നാലും ഫോട്ടോ കിട്ടണമല്ലോ, ടൈഗറിനെ തൊട്ടുന്ന ആൾക്കാരെ കാണിക്കണമല്ലോ, അതുകൊണ്ട് വാല് പിടിച്ച് നിന്ന്. ഇന്ന് പറയുന്നത് ടൈഗറിന് കുളിക്കാനുള്ളതോ കളിക്കാനുള്ള പൂളല്ലട്ടാ, പൂപ്പിയാനുള്ള പൂളാണ്. ഇത് ജസ്റ്റ് അവിടെ ഒരു നൈസ് ചെടി കണ്ടപ്പോൾ അതിനാണ് നിന്ന് എടുത്ത ഫോട്ടോ. അങ്ങനെ ഡേ 2. ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. ഞാൻ തന്നെ കണ്ണാടിയിൽ നോക്കും, എൻ്റെ സൗന്ദര്യം ആസ്വദിക്കുന്ന കാഴ്ചകളാണ് നിങ്ങളീ കണ്ടുകൊണ്ടിരിക്കുന്നത്. എനിക്ക് ഇഷ്ടപ്പെട്ടു, ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ ഡ്രസ്സ്. ഇത് ഞാൻ സ്റ്റുഡിയോന്ന് എടുത്ത ഔട്ട്ഫിറ്റാണ് കേട്ടോ. എൻ്റെ ബർത്ത്ഡേയുടെ ഒരു ഗിഫ്റ്റാണ്, എനിക്ക് എൻ്റെ വീട്ടുകാർ വാങ്ങിച്ചിരുന്ന ഗിഫ്റ്റാണ്. നല്ല ഭംഗിയില്ലേ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു എൻ്റെ ഈ ലുക്ക്. നല്ലല്ലേ, ഒരു യൂണിഫോം പോലില്ലേ. ഇതാണ് ഞങ്ങൾ ഫസ്റ്റ് പോയ സ്ഥലം ഡേ 2. ഫ്ലോട്ടിംഗ് മാർക്കറ്റ്. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റർടൈൻമെൻറ്റ് പർപ്പസിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അവിടുത്തെ ആൾക്കാർ ഇങ്ങനെ കുറേ ഡാൻസൊക്കെ കളിച്ച് ഇങ്ങനെ വരും, നല്ല രസമുണ്ട് കാണാൻ. നമ്മുടെ അടുത്ത് കൂടെ ഇങ്ങനെ ഡാൻസ് കളിച്ച് വെള്ളത്തിൽ കൂടെ പോവും. പിന്നെ കുറേ നമ്മൾ പോണ പോലെ ബോട്ടിലെ നേരത്തെ കണ്ടില്ലേ, അതേപോലെ തന്നെ ബോട്ടിൽ ഇങ്ങനെ ഫ്രൂട്ട്സും സാധനങ്ങളൊക്കെ വരും. ശരിക്കും പറഞ്ഞാൽ മാർക്കറ്റ് കുറേ ഡ്രസ്സും സംഭവങ്ങളൊക്കെ ഇട്ട്. ഇത് ഞാൻ അവിടെ എടുത്ത കുറച്ച് ഫോട്ടോസാണ് കേട്ടോ, ഞാൻ അവിടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. എങ്ങനെയുണ്ട്, നല്ല ഭംഗിയുണ്ടോ, രസമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തിട്ട്. നിങ്ങൾ എന്താ ഒന്നും കമൻറ്റ് ചെയ്യാത്ത, കമൻറ്റ് ചെയ്യുക ആൾക്കാരെ, പ്ലീസ് കമൻറ്റ് ചെയ്യും പിള്ളേരെ. ഇതാണ് മാർക്കറ്റ് കണ്ട, കുറേ ഡ്രസ്സ്, ഫുഡ്, അങ്ങനെ ഇങ്ങനെ നമ്മൾ ബോട്ടിൽ പോകും. നമ്മളിങ്ങനെ അതിന് വൈകുന്നേരം ഇപ്പോൾ വാക്കിംഗ് സ്ട്രീറ്റിൻ്റെ അവിടെ ഒരു ബീച്ചിൽ കണ്ട സൺസെറ്റാണ് കേട്ടോ അത്. ഇതാണ് വാക്കിംഗ് സ്ട്രീറ്റ്. ഇതിന് ഒരു പണിയില്ലാത്ത ആൾക്കാർ വെറുതെ നടക്കുമ്പോൾ ഇങ്ങനെ 2 ചേച്ചിമാർ എറിഞ്ഞു വീഴ്ത്താൻ തുടങ്ങി. അവർക്ക് എറിഞ്ഞു വീഴ്ത്താം, വേണ്ടവർക്ക് ചെയ്യാൻ, ഇല്ലെങ്കിൽ നമുക്ക് നമ്മളെ പോലുള്ളവർക്ക് ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ ഈ എറിഞ്ഞു വീഴ്ത്തുന്ന കാഴ്ചകൾ നമുക്ക് വീഡിയോ എടുത്ത് പകർത്താം. ഇതാണ് വാക്കിംഗ് സ്ട്രീറ്റ്. ഈ ഫുള്ള് ലൈറ്റ് ഒക്കെ ഇട്ടിരിക്കണം കാണുന്നത് ഓരോന്നും വാക്കിംഗ് സ്ട്രീറ്റിൻ്റെ ഓരോ പബ്ബ് പോലത്തെ കുറേ ടൈപ്പ് സ്ഥലങ്ങളാണ് കേട്ടോ. ആദ്യം ചെന്നപ്പോൾ വലിയ ക്രൗഡൊന്നും ഉണ്ടായിരുന്നില്ല, ഒട്ടും ക്രൗഡ് ഉണ്ടായിരുന്നില്ല, ഭയങ്കര എംറ്റി ആയിരുന്നു സ്ട്രീറ്റ് മൊത്തം. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഫുൾ ആൾക്കാരൊക്കെ വന്ന് ഭയങ്കര ഫുൾ ആൾക്കാരായി. പിന്നെ ഇങ്ങനെ ഈ ഹൈറ്റുള്ള ചേട്ടൻ, ശരിക്കും ഹൈറ്റാണോ അത് വടിക്കഷ്ടത്തിൽ നിൽക്കണമായിരിക്കും അല്ലേ, ഇങ്ങനെ പ്രേതത്തിൻ്റെ പോലെ വേഷമൊക്കെ കെട്ടി അതിലൂടെ ഫോട്ടോ എടുക്കണം. നമ്മൾ പൈസ കൊടുക്കണം, ഫ്രീ ഇട്ടൊന്നും എടുക്കാൻ സമ്മതിക്കില്ല കേട്ടോ. ഫോട്ടോ പൈസ കൊടുക്കുക, ഫോട്ടോ എടുക്കുക, എൻ്റർടൈൻമെൻറ്റ് പർപ്പസിന് വേണ്ടി ഇങ്ങനെ വെറുതെ വേഷം കെട്ടിയൊക്കെ ഇങ്ങനെ നടക്കും ഇയാൾ. ഇത് ഞാൻ ജസ്റ്റ് അവിടെ ഒരു ഫോട്ടോ, നല്ല ലൈറ്റൊക്കെ ഉള്ള സ്ഥലം കണ്ടപ്പോൾ ഫോട്ടോ എടുത്തു. ഇത് അവിടുത്തെ ഒരു ബാറാണ്, നല്ല ഭംഗിയുണ്ടായിരുന്നു, അപ്പോൾ അത് ഞാൻ ഫോട്ടോ എടുത്തു. എനിക്ക് ഇഷ്ടപ്പെട്ടു സ്ഥലം. ഇതവിടെ ഒരു ഫേമസ് ബിയറാണ് കേട്ടോ, ലിയോ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബിയർ. ടേസ്റ്റ് കുഴപ്പമില്ല, ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി. സോറി, ഞാൻ ആദ്യമായിട്ട് എഡിറ്റ് ചെയ്യണത്, അതിൻ്റെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. ഇതാ സൺസെറ്റ് എന്ന് പറഞ്ഞില്ലേ, അത് അവിടെ ആയിരുന്നു ഇടേണ്ടത്, പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഇവിടെ കൊണ്ടിട്ടു. അങ്ങനെ ഡേ 3 കോറൽ ഐലൻഡായിരുന്നു. കോറൽ ഐലൻഡിൽ പോയിട്ട് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നിട്ട് ഞാൻ, കാരണം നമ്മുടെ നാട്ടിൽ നമ്മൾ നീല വെള്ളമുള്ള ബീച്ച് കണ്ടിട്ടില്ല. അതുകൊണ്ട് ഇന്ന് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ഈ നീല വെള്ളമുള്ള ബീച്ച് കാണാൻ പോകാനായിട്ട്. ഇത് സ്പീഡ് ബോട്ട് കേട്ടോ. ആ ചേച്ചി ഞങ്ങളുടെ അടുത്ത് മുന്നിൽ കയറുന്നുള്ള പറഞ്ഞപ്പോൾ ആദ്യമൊക്കെ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു, പക്ഷേ ഫുൾ കുലുക്കവും ചാട്ടൊക്കെ ആയിരുന്നു. പിന്നെ ഒന്നും പറഞ്ഞല്ലോ, നല്ല വെയിലും, അപ്പോൾ കരിക്കട്ടെ. അവിടെ എത്തിയതിന് ശേഷമുള്ള മോന്ത ഞാൻ ഇതിലിടാൻ ആഗ്രഹിക്കുന്നില്ല, കാരണം എനിക്കെന്നെ കണ്ട് വിഷമമാണ്. അങ്ങനെ ഇതാണ് കോറൽ ഐലൻഡ്. ഫുള്ളൊരു നീല പച്ച മിക്സ് കളർ വെള്ളം, ഇങ്ങനെ ബിക്കിനിട്ട ചേച്ചിമാർ അതൊക്കെയുണ്ട്, ക്യൂട്ട് ചേച്ചിമാരൊക്കെ ഉണ്ട്, നല്ല രസമുണ്ട് കണ്ടാ, ബാർബി ഡോൾ പോലെയല്ലേ. അങ്ങനെ അന്ന് രാത്രി കോറൽ ഐലൻഡിലെ അഡ്വഞ്ചറൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ പോയത് ഫേമസ് അൽക്കാസർ ഷോ ആണ്. അതൊരു ക്യാബ്ര ഷോ ആണ്, കുറേ നാളായിട്ട് ഉള്ളൊരു ഷോ ആണ് ഈ അൽക്കാസർ ഷോ എന്ന് പറയുന്നത്. കുറേ ടൈപ്പ് പരിപാടികളുണ്ട് കേട്ടോ, കുറേ തീം, ഡിഫറെൻറ്റ് തീമാണ് ഓരോ ഡാൻസും പരിപാടികളും. കോമഡി ഷോ ഒക്കെ ഉണ്ടായിരുന്നു. ഇതെന്താ തീമെന്ന് എനിക്ക് മനസ്സിലായില്ല, പക്ഷേ കാണാൻ നല്ല രസമുണ്ട്. എന്ത് ഭംഗിയാലും ഈ പെണ്ണുങ്ങൾ കാണാനായിട്ട്, എന്ത് രസമാണ്. ഞാൻ കുറേ നേരം പെമ്പിളേരെ നോക്കിയിരുന്നു ഭംഗി കാരണം, നല്ല ഭംഗി ചിലവരൊക്കെ കാണാൻ. എന്നിട്ട് അന്ന് നമ്മൾ രാത്രി ഒരു സ്ട്രീറ്റ് മാർക്കറ്റിൽ പോയി. അപ്പോൾ ഒരു തേളൊക്കെ കണ്ടില്ലേ, അതൊക്കെയാണ് അവർ തിന്നാൻ വറുത്ത് വെച്ചേക്കണേ. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എങ്ങോട്ട് തിന്നാനും കഞ്ചാവ് കടയാണ്. കഞ്ചാവിന് ഒരു ക്ഷാമമില്ലാത്ത രാജ്യം. ഇത് ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് എഡിറ്റ് ചെയ്യാൻ പാടുള്ളത് ഫസ്റ്റത്തെ എഡിറ്റിംഗ് ആയി, കാരണം ഫോട്ടോസ് അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും മാറിപ്പോട്ടെ. എന്നോട് ക്ഷമിക്കണം ഗൈസ്, ക്ഷമിക്കണം പ്ലീസ്. ഇത് ആ ഫുഡ് മാർക്കറ്റിൽ പോയില്ലേ, അവിടെ വറുക്കാൻ വെച്ച് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കണം മോന്തല്ല. ഇതാണ് അവിടുത്തെ ടുക് ടുക്.